സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ സും സും ചൂളം മൂളാൻ വാ. മഞ്ഞുമാർഗഴി മാസമായി നെല്ലിമലരിലെ തേൻ കണം കട്ടുപോവണ കള്ളക്കാറ്റിന് നാണം നാനാളി. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം. അങ്ങനെ നമ്മൾ സ്ഥലത്തി. സത്യം പറടി, നിന്നെ കണ്ണുകെട്ടി എവിടെ കൊണ്ട് കളയല്ലേ? അയ്യോ പൂക്കി അങ്ങനൊന്നും പറയല്ലേ. നമ്മൾ സേവ് ദ ഡേറ്റിന് ഞാൻ കണ്ടുപിടിച്ച സർപ്രൈസ് സ്ഥലാണിത്. ഇത് പൂക്കി ഇതുവരെ കാണാത്ത സ്ഥല. നോക്ക്, ഇതാണ് ഈ ലോകത്തിലെ സന്തുകൾ 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 ചന്തവിള ചന്തവിളയിലടി കഴക്കൂട്ടം. ഇതാണ് ഈ ഭൂമിയിലെ സ്വർഗം. ഇതാ ഈ ദൂണ്ട കാണുന്ന വീട് കണ്ട് അതാണ് ഈ ഭൂമിയിലെ നരകം. നരകോ? അതാണ് എന്റെ വീട്. എടി, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു തേയിലത്തോട്ടം കൊണ്ട് കാണിച്ചു തന്നിട്ട് പറയുന്നത് ഈ ഭൂമിയിലെ സ്വർഗമാണ് പോലും. അപ്പോൾ പൂക്കി ഇതിനു മുമ്പ് ഈ സ്വർഗത്തിൽ വന്നിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കക്കൂസ് കയറുന്നതിന് മുമ്പ് ഇതായിരുന്നു എന്റെ സ്വർഗം. അതല്ല, ഈ കടക്കാരെയൊക്കെ പേടിച്ച് ഞാൻ ഇവിടെ വന്ന് ഒളിച്ചിരിക്കുമെന്ന്. What a beautiful place is this. It's so amazing. It's so wonderful. It's so pretty. Am I right? എന്തിനാണ് ഇംഗ്ലീഷ് പിറുപിറുപ്പ്? ഏത് പൈപ്പ്? അമ്പാനി പൈപ്പ്. ഏത് മുട്ടേ? പുള്ളിമൂട്ട്. എടി, അങ്ങോട്ടൊന്നേ. ദൂണ്ട കണ്ട ആ താഴ്വാരത്തിലോട്ട് നമ്മൾ എന്ത് വിളിച്ചു പറഞ്ഞാലും നമുക്ക് തിരിച്ച് എക്കോ കിട്ടും. ആണോ? എന്നാ നമുക്ക് നോക്കിയാലോ? ട്രൈ ചെയ്യാം. കാണിച്ചു തരാം. ഹലോ ഹലോ. ഒരെണ്ണം കൂടെ, ഒരു വെറൈറ്റി കാണിച്ചു തരാം. ഓരോ നിന്റെ അച്ഛൻ ഇതെക്കോ ആണോ? ഇതെക്കോ അല്ലേ? ഇതെന്റെ അച്ഛൻ സ്പോട്ട് അടിച്ചത്. അച്ഛനോ? എടി, എന്റെ അടുത്ത് റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ അരിയും വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ കേട്ടില്ല. അപ്പൊ അച്ഛൻ വാങ്ങിക്കാൻ പോണായിരിക്കും. അച്ഛാ, അടുത്ത മാസത്തെ റേഷൻ കടയിൽ നിന്ന് ഞാൻ അരിയും മണ്ണെണ്ണയും വാങ്ങിക്കാം. തിരിച്ചെക്കോ ഒന്നും കേൾക്കുന്നില്ലല്ലോ. അച്ഛൻ നിന്നെ പോലെ അല്ല, തെറി വിളിക്കുമ്പോ പതുക്കെ. നമുക്ക് വ്ലോഗ് എടുത്താലോ? ഒരു മിനിറ്റ്. പിടിക്ക്. ഓക്കെ, പറഞ്ഞു. നോക്ക് മക്കളെ, നോക്ക് അങ്ങോട്ട്. സ്റ്റേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? സ്റ്റേറ്റിലാണ്. മനസ്സിലായില്ല? തേയിലത്തോട്ടം. ഇവിടുത്തെ ഇളക്കി ഒരു പ്രത്യേകതയുണ്ട്. Look at this guys. ഇത് നല്ല പഴുത്ത ഇലയാണ്. ഗ്രീൻ ആയിട്ടും ഉണക്കിയിട്ട കട്ടൻ ചായ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. Oh my God. അപ്പൊ ഗ്രീൻ ടീ ഇഷ്ടമുള്ളവർ ജി എന്നും കട്ടൻ ചായ ഇഷ്ടമുള്ളവർ കെ എന്നും ടൈപ്പ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നോക്ക് മക്കളെ, നോക്ക്. ഓക്കേ, നോക്കുന്നുണ്ടാ കട്ടാക്ക്? അല്ല, ഞാനും നിന്നെ നോക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം? ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ എന്റെ ലിപ്സ്റ്റിക് പോവും. അങ്ങനെയാണെങ്കിൽ നീ ഈ ലിപ്സ്റ്റിക് വെച്ചോണ്ട് ആഹാരം കഴിക്കും. ലിപ്സ്റ്റിക് വെച്ചോണ്ട് ആഹാരം കഴിക്കുന്നതെന്നോ? ഭയങ്കര സിമ്പിൾ ആണ്. ആദ്യം നമ്മൾ ചോറങ്ങോട്ട് എടുക്കുക. എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മോരൊഴിക്കുക, കുറച്ച് മീൻ എടുക്കുക. എന്നങ്ങോട്ട് കുഴച്ച് കഴിക്കുക. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത വൈറലാവോടി? വൈറലാവുമെന്നോ? ഇതിനേക്കാളും വലിയൊരു സംഭവം എന്റെ കയ്യിലുണ്ട്. വൈറലാവാ. കാണിക്കണോ? കാണിച്ചാ? പൊന്നു എന്തിനാ പിണക്കം? എന്നോട്ട് എന്തിനാ? അല്ല പൊന്നെ, കൽപ്പ് വേണ്ടടാ. നിന്നെ കെട്ടി വീട്ടിലാക്കി നാളെ ഞാൻ നിന്നെ കെട്ടാൻ പോണ പയ്യനാണ്. തലയിരിക്കുമ്പോ വാല് കിടന്ന് ആടണ്ട. നിന്നോടൊക്കെ ചാരാടാ നീയൊക്കെ? ഞാനോ? ചേച്ചി എന്നെ മനസ്സിലായില്ലേ? എന്തോന്നാടാ ഇത്? സർക്കസിൽ നിന്ന് കൊണ്ടുവന്നോ? അല്ല, എന്റെ വാലി തൂങ്ങി വന്നതാ. ചേച്ചി എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ മനോഹരമായ തേയിലത്തോട്ടത്തിന്റെ അങ്ങാറ്റത്ത് കാണുന്ന ഒരു ചെറിയ വീട് കണ്ടോ? കണ്ടു. ആ മനോഹരമായ വീട്ടിൽ താമസിക്കുന്ന മനോഹരനെ അറിയാമോ? അറിയാം. ആ മനോഹരന്റെ ഒരേ ഒരു മോനാണ് ഞാൻ, മനോഹരനായ രാഗേഷ്. രാഗേഷ് അല്ല, നീയാണ് ലാഗേഷ്. ലാഗാണോ നിന്റെ കഥക്ക്? കൂത്താടി മനോഹരന്റെ മോൻ. അത്
മതി വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ചാച്ചി നാട്ടിക്കല്ലേ എന്റെ കല്യാണമാണ്. നീ എന്തിനാണ് ഈ പടിഞ്ഞ് വിളിച്ച് തേയില തോട്ടത്തോട്ട് വന്നേ? ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാ. അതെ. പറഞ്ഞാരാ? ആര് വരാൻ? വിളിച്ചവരെല്ലാരും വരും. Very funny. എടി ഞാൻ കൊട്ട ഇങ്ങെടുത്താണ്. എന്തിനടി? ഇവനിപ്പോ പറഞ്ഞ ഫ്രഷ് കോമഡി ഉണ്ടല്ലോ, അങ്ങ് ആന്ധ്രാപ്രദേശിലോട്ട് ലോറി കയറ്റി വിടാൻ. ഇല്ലെങ്കിൽ ആ കോമഡി പിന്നെ കറങ്ങി കറങ്ങി ഈ ഫ്ലോറിലോട്ട് തന്നെ വരും. അതല്ല, നമ്മളെ സേവ് ദ ഡേറ്റ് എടുക്കാൻ വന്നതാ. അടുത്ത ആഴ്ച ഞങ്ങളുടെ കല്യാണമാണ്. വെൽക്കം. ഈ കൊച്ചിനെന്താണ് ഛർദ്ദിക്കാൻ വരുന്നത്? എവളെ കെട്ടിയിട്ട് വേണം എനിക്കൊന്ന് രക്ഷപ്പെടാൻ. എടാ നിനക്ക് രക്ഷപ്പെടണമെന്ന് അത്ര ആഗ്രഹമാണോടാ? ഓ ചേച്ചി, നിനക്ക് ഒരാഴ്ച സമയമുണ്ട്, പോയി രക്ഷപ്പെടാ. എക്സ്ക്യൂസ് മീ, നിങ്ങളൊന്ന് പോയിക്ക്, ഞങ്ങൾക്ക് ഇവിടെ സേവ് ദ ഡേറ്റ് എടുക്കണം. കൊച്ചേ, ഇവിടുന്ന് സേവ് ദ ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. ഈ തേയിലത്തോട്ടത്തിൽ ഒരു ഈച്ച കയറിയാൽ പോലും നമ്മുടെ മുതലാളി അറിയും. അതെന്താ നിങ്ങളുടെ മുതലാളിക്ക് തേയിലത്തോട്ടത്തിൽ ഈച്ചലടിക്കല പരിപാടി? നിങ്ങളൊന്ന് പോവാൻ നോക്കിക്കേ, നമുക്ക് തേയില എടി പാവോടി, അവർ ഇത്രയും ദൂരം വന്നല്ലേടി. എടാ മക്കളെ, നിങ്ങൾക്ക് ഓരോ ഗ്ലാസ് ചായ എടുക്കട്ടെടാ. വേണ്ട വേണ്ട വേണ്ട, ഇവിടുത്തെ തേയില ഉണ്ടല്ലേ, തേയില ഉണ്ടാ ചായ ഉണ്ടാക്കണത്. എനിക്കൊന്നും വേണ്ട നിങ്ങളെ ചായ. ഇവിടുത്തെ ചായ കുടിച്ചാൽ എനിക്ക് അപ്പൊ തന്നെ ഉറക്കം വരും. പിന്നെ ഇവിടുത്തെ ചായ ഒരു കാശിന് കൊള്ളൂല. കൊള്ളത്തില്ലെന്നാ? അതെ, നിങ്ങൾ ആ താഴ്ന്ന ചായ കുടിക്കണോണ്ടാണ്. ഇനി മുതൽ നിങ്ങൾ മലമുകളിൽ കയറുന്ന ചായ കുടിക്കണം. കേട്ടിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ രുചിയും കൂടുമെന്ന്. പിന്നെ 2 രൂപ ചായ കുടിക്കാൻ വേണ്ടി 2000 വണ്ടിക്കൊല്ലും കൊടുത്ത് ഞാൻ മലയാളമൊളി പോയി ചായ കുടിക്കാം. അല്ല പിന്നെ മതി മതി, നിങ്ങൾ പോയ പിള്ളേര് പോയെ, നമുക്ക് തേയില നുള്ളാൻ പാടില്ല. നിങ്ങൾ പുള്ളിക്കോ, നമ്മുടെ ചൊല്ലിക്കോളാം. നമുക്കിത് സേവ് ദ ഡേറ്റ് എടുത്താലോ? പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. തേയില പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. എസ്റ്റേറ്റിൽ നടുവിലായി നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാനായി നിന്നു. എസ്റ്റേറ്റിൽ നടുവിലായി നമ്മൾ സേവ് ദ ഡേറ്റ് എടുക്കാനായി നിന്നു. തേയില പാടം പൂത്ത കാലം തേയില നുള്ളാൻ വന്നു നമ്മൾ. അല്ല, എവിടെ കയറി വരണ്? നമ്മളാണ് കോറസ് ഉണ്ടെങ്കിൽ ഈ പാട്ടിന് ഒരു രസം ഉണ്ടാകത്തുള്ളൂ. അത് നമ്മളെ ഫേവറേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളെ ഫേവറേറ്റ് അല്ല. എന്റെ പൊന്ന് കണ്ണാപ്പികളെ, നിങ്ങൾ ഇങ്ങനെ സേവനത്തെ എടുത്തിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങൾ കുറച്ച് പ്രോപ്പർട്ടിയും നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തെടുത്ത് നിങ്ങളുടെ സേവനത്തെ വൈറലാവും. ആണോ? നിങ്ങൾ ഈ തേയിലയൊക്കെ നുള്ളി ഒന്ന് എടുത്തു നോക്കി, അത് എങ്ങനെ അടിപൊളിയാവും. നിനക്ക് നുള്ള അറിയാമോ? എനിക്കറിയാം. അതല്ല, തേയില നുള്ള അറിയാമോ? അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, അത് കാണിച്ചു തരാവേ. നമ്മള് വെള്ളം കോര അറിയോ കിണറ്റില്? കോരിയാണ് നോക്കട്ടെ. ഓ മൈ ഐഫോൺ. സ്റ്റോപ്പ്, റിവേഴ്സ്. ഇത്ര ഉള്ളൂ, അത്രേ ഉള്ള ഇത്ര ഉള്ള തേയില നുള്ള നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെ ഇടൂ, നോക്കട്ടെ. ഇടണോ? മൈ ലിപ്സ്റ്റിക്. ഇനി എങ്ങോട്ട് പോണം? തേയില തോട്ടത്തിനകത്തോട്ട് കേറ്. കേറി. അപ്പൊ ഇനി ഇവിടെ നിന്നിട്ട് തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു, തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു, തേയില നുള്ളുന്നു, കൊട്ടയിലേക്ക് ഇടുന്നു. അത് കൊള്ളാല്ലേ? നിങ്ങൾ ഈ തേയില മൊത്തം നുള്ളി തീർത്താൽ നിങ്ങളുടെ സേവനത്തെ ഉറപ്പായും വൈറലാവും. പ്ലേ മ്യൂസിക്. കൊള്ളാം. ഇനി നമ്മള് വൈറലാവോ? നിങ്ങൾ പറഞ്ഞ പോലെ ഇത്രയും തേയില നമ്മൾ നുള്ളി. എടി ഇവരും എല്ലാ തേയില നുള്ളി തീർത്തോടി. എടി ഇവിടുത്തെ ഫുള്ള് ഏകദേശം കഴിഞ്ഞടി. ഇത്രയും തേയില നുള്ളി തീർത്താലേ നിങ്ങൾ വൈറലാവൂല. പിന്നെ അവിടെ 1.5 ഏക്കർ തേയിലത്തോട്ടം കൂടി കണ്ടോ? അതും ഇതുപോലെ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ നുള്ളി തീർത്താ നിങ്ങളുടെ സേവനത്തെ ഉറപ്പായും വൈറലാവും. ആണോ? അങ്ങനെ നമ്മൾ നുള്ളിയില്ലെങ്കിലോ അതുകൂടെ നമ്മുടെ തലയിലാവും. ശോഭനെ, അതെടി മഞ്ജുളെ. അപ്പൊ ഇത്